നിപ്പ ബാധയിൽ 2 വാർഡുകളെ കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുത്തിയ സാഹചര്യത്തിൽ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിൽ അവലോകന യോഗം ചേർന്നു. തച്ചനാട്ടുകര പഞ്ചായത്തിലെ കിഴക്കുംപുറത്ത് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗവ്യാപനം തടയുന്നതിന് കരിമ്പുഴ പഞ്ചായത്തും കർശന നടപടികൾ സ്വീകരിച്ചു. തച്ചനാട്ടുകര പഞ്ചായത്തിനോട് ചേർന്ന് കിടക്കുന്ന കരിമ്പുഴയിലെ 17-ാം വാർഡായ ആറ്റാശ്ശേരിയും 18-ാം വാർഡായ ചോലക്കുറിശിയും പൂർണ്ണമായും അടച്ചിടാൻ പഞ്ചായത്തിൽ ചേർന്ന വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിൽ തീരുമാനമായി. ഈ 2 വാർഡുകളിൽ നിന്നും ആർക്കും പുറത്തുപോകാനോ പുറത്തുനിന്നുള്ളവർക്ക് വാർഡുകളിലേക്ക് പ്രവേശിക്കാനോ അനുവാദമുണ്ടായിരിക്കില്ല. സ്കൂളുകളും മദ്രസകളും അടച്ചിടും. വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസുകൾക്ക് സൗകര്യമൊരുക്കും. വാർഡിലെ മുഴുവൻ ആളുകളും മാസ്ക് ധരിക്കുകയും ഇടയ്ക്കിടെ കൈ കഴുകുകയും ചെയ്യണമെന്ന് നിർബന്ധമാക്കിയിട്ടുണ്ട്. വാർഡുകളിലെ 845 വീടുകളിലും ജൂലൈ 5, 6, 7 തീയതികളിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തും. 12 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് 3 ദിവസങ്ങളിലായി നടക്കുന്ന പരിശോധനകൾക്ക് ഹെൽത്ത് ഇൻസ്പെക്ടറോ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറോ നേതൃത്വം നൽകും. രാവിലെ 7 മണിക്ക് ആരംഭിച്ച് ഉച്ചയ്ക്ക് 12-ന് അവസാനിപ്പിക്കുന്ന പരിശോധനാ റിപ്പോർട്ട് വൈകുന്നേരം 5 മണിക്ക് മന്ത്രിക്ക് കൈമാറും. പനി വന്ന ഉടൻ ശ്വാസം മുട്ടൽ, അപസ്മാരം തുടങ്ങിയ ലക്ഷണങ്ങളുള്ളവർക്ക് അതീവ പരിഗണന നൽകി പരിചരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കാര്യമായ അസുഖങ്ങളില്ലാതെ പെട്ടെന്ന് ചത്ത വളർത്തുമൃഗങ്ങളെക്കുറിച്ച് ആരോഗ്യവകുപ്പിനെ അറിയിക്കാനും നിർദ്ദേശമുണ്ട്. ആവശ്യവസ്തുക്കൾ വിൽക്കുന്ന കടകൾക്ക് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നിബന്ധനകൾക്ക് വിധേയമായി പ്രവർത്തിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. കൂടാതെ പഞ്ചായത്തിൽ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങാനും മൈക്ക് ഉപയോഗിച്ച് വിളംബരം നടത്താനും പോസ്റ്ററുകൾ പ്രചരിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. ആളുകൾ പുറത്തേക്ക് പോവുകയോ പുറത്തുനിന്നുള്ള ഒരാളും ഈ വാർഡിന്റെ അകത്തേക്ക് കടക്കുകയോ ചെയ്യരുത്. അതാണ് പ്രധാനമായും ഉള്ളത്. അതേപോലെ തന്നെ സ്കൂള്, മദ്രസ, മറ്റ് ആളുകൾ കൂടുന്ന സ്ഥലങ്ങളൊന്നും, പള്ളി ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ, അമ്പലങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേക പരിപാടികളോ ഒന്നും നടത്താൻ പാടില്ല എന്നുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. അത് സ്വാഭാവികമായി നമുക്ക് അറിയാമല്ലോ. ഈ നിപ്പയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ കോവിഡ് പോലെയല്ല. കോവിഡ് വന്ന മാറിയ ആളുകളാണ് നമ്മൾ ഇരിക്കുന്ന മുഴുവൻ ആളുകളും. പക്ഷെ നിപ്പ വന്നിട്ടും മാറിയ ആളുകൾ വളരെ ചുരുക്കമാണ്. അപ്പൊ നിപ്പ ഏറ്റവും അപകടകാരിയായ ഒന്നാണ് എന്നുള്ള തിരിച്ചറിവാണ് ഇത്രയും പെട്ടെന്ന് തന്നെ കളക്ടർ നിർദ്ദേശിക്കുകയും 3 മണിക്കാണ് ഓർഡറായിട്ട് ഇറങ്ങുകയും അതിന്റെ മുമ്പ് തന്നെ നിങ്ങളെല്ലാം സജ്ജീകരിച്ചിരിക്കണം എന്നാണ് കളക്ടറുടെ നിർദ്ദേശമുണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM അനീഫയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അനസ് പൊമ്പ്ര, മുൻ പ്രസിഡന്റ് ഉമ്മർ കുന്നത്ത്, മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഭരത് സത്യൻ, ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അനീഷ്, വെറ്റിനറി ഓഫീസർ ഡോക്ടർ രേഷ്മ, മറ്റ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, വിവിധ വകുപ്പ് ജീവനക്കാർ, വനം വകുപ്പിലെയും വ്യാപാരി സംഘടനാ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. വാർഡുകളിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയതിൽ നിന്നും ആശങ്കപ്പെടാനൊന്നുമില്ലെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ലക്ഷണങ്ങൾ ഉള്ളവർ ഉടൻ തന്നെ ആരോഗ്യവകുപ്പിനെ വിവരമറിയിക്കണമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. CCN കടമ്പഴിപ്പുറം.